വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 8, 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിന്റെ ഭവനത്തിൽ. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. യേശു പത്രോസിന്റെ ഭവനത്തിൽ. യേശു തന്റെ ശിഷ്യന്മാരുമൊത്ത് ഒരിക്കൽ ശിഷ്യപ്രമുഖനായിട്ടുള്ള പത്രോസിന്റെ ഭവനത്തിലേക്ക് പോയതിന്റെ വിവരണമാണ് സുവിശേഷകനായ മത്തായി ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറ്റു സുവിശേഷകന്മാരിൽ പത്രോസിന്റെ ഭവനത്തിൽ യേശു നടത്തിയ സന്ദർശനത്തിന്റെ സമയവും സന്ദർഭവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെ ശ്രമിക്കുന്നതായിട്ട് കാണാം. അവരുടെ വിവരണങ്ങളിൽ നിന്ന് സിനഗോഗ് പ്രാർത്ഥന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി യേശു പോയപ്പോൾ പ്രാർത്ഥനാ സമ്മേളനം കഴിഞ്ഞ് പുറത്തു വന്ന യേശുവിനെ വിവരമറിയിക്കുകയാണ് പത്രോസിന്റെ ഭാര്യ മാതാവിന്റെ അസുഖത്തെപ്പറ്റി. അങ്ങനെ അവരുടെ ക്ഷണപ്രകാരം എന്ന രീതിയിലാണ് യേശു പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഭാര്യ മാതാവ് മരുമകന്റെ ഭവനത്തിലേക്ക് വരാൻ ഇടവന്ന് കാണുക കുടുംബസംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആയിരിക്കണം. അപ്പോൾ പിടിപെട്ട പനിയായിരിക്കണം ആ അമ്മയെ കിടപ്പിലാക്കിയത്. യേശു ഇന്നത്തെ സുവിശേഷത്തിന്റെ വിവരണമനുസരിച്ച് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. യേശു കടന്നു ചെന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഭവനത്തിന്റെ അടിത്തറ ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് നേരിൽ കാണുന്നതിനും ഈ സംഭവങ്ങൾ മനസ്സിൽ സജീവമായ രീതിയിൽ കൊണ്ടുവരുന്നതിനുമൊക്കെ എനിക്ക് അവസരം കിട്ടിയത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. പത്രോസിന്റെ ഭവനത്തിൽ പ്രവേശിച്ച യേശു സുഖമില്ലാത്ത ഭാര്യാമാതാവ് കടന്നിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്ന് ആ അമ്മയെ സുഖപ്പെടുത്തുന്നു. ആ അമ്മ യേശുവിനോടുള്ള ബഹുമാനാർത്ഥം ഒരു സൽക്കാര വിരുന്ന് തന്നെ ഏർപ്പാട് ചെയ്യാൻ ഇടവന്നു എന്നുള്ളതാണ് വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. യേശുവും ശിഷ്യന്മാരും ആ സൽക്കാര വിരുന്നിൽ പങ്കെടുത്തു. അതിനിടയ്ക്ക് പരിസരവാസികൾ മനസ്സിലാക്കാൻ ഇടവരുന്നു യേശു ആ വീട്ടിലുണ്ട് എന്ന വാർത്ത. കേട്ടവർ യേശുവിന്റെ അടുത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അങ്ങനെ എത്തിയ പലരും തന്നെ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരായിരുന്നു. യേശു അവരെ എല്ലാവരെയും തന്നെ അതിയായ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടെ സുഖപ്പെടുത്തിയതായിട്ടാണ് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതിനുശേഷം സുവിശേഷകനായ മത്തായി പഴയ നിയമത്തിലെ ചില ഉദ്ധരണികളും കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. അതിന് മത്തായിക്ക് തന്റേതായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ന് ധരിക്കാം. ആ ലക്ഷ്യം ഇതായിരിക്കാം: പഴയ നിയമത്തിൽ നൽകുന്ന സൂചനകള് പൂർണമായ രീതിയിൽ നിറവേറ്റപ്പെടുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് ജനങ്ങളെ ധരിപ്പിക്കണം. അങ്ങനെ പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ആണ് യേശുക്രിസ്തു എന്ന് യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ ഇടവന്നിട്ടുള്ള വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം മത്തായിക്ക്. ആ വസ്തുത അവരെ മുമ്പിൽ സമർത്ഥിക്കണം. ഇതായിരിക്കണം മത്തായിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവസരോചിതമായി പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ കൂട്ടിച്ചേർക്കാൻ ഇടവന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല.